ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 15-3 മുതൽ 5 വരെ. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത്? അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നും അപ്പനെയോ അമ്മയെയോ ദുഷിക്കുന്നവൻ മരിക്കണമെന്നും ദൈവം കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ ഒരുത്തൻ അപ്പനോട് എങ്കിലും അമ്മയോടെങ്കിലും നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്ന് പറഞ്ഞാൽ അവൻ അപ്പനെ ബഹുമാനിക്കേണ്ട എന്ന് പറയുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. സമ്പ്രദായങ്ങൾ ലംഘിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ശിഷ്യന്മാരെ വിമർശിക്കുന്ന പരീശ സദൂക്യ പക്ഷത്തോട് കർത്താവ് ഒരു ചോദ്യം കൊണ്ട് ഉത്തരം നൽകുന്നു. അതായത്, നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത്? അവരുടെ പൂർവിക ആചാരങ്ങളുടെ അർത്ഥമില്ലായ്മയെ വെളിപ്പെടുത്താൻ കർത്താവ് ഒരു കൽപ്പന എടുത്തു പറയുന്നു. അത് പാലിച്ചാൽ അനുഗ്രഹവും പ്രത്യേക അനുഗ്രഹവും ഉണ്ടാകുകയും അത് പ്രമാണിക്കാതിരുന്നാൽ അനുസരണക്കേടിനുള്ള ശിക്ഷ ഉണ്ടാകാതിരിക്കയില്ല. അതായത് കർത്താവ് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ചൂണ്ടിക്കാണിക്കുന്നു. അതായത് എഫേസ്യർ 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള ഭാഗത്തും അത് കാണുന്നു. ലേവ്യ പുസ്തകത്തിലുണ്ട്. അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നും അപ്പനെയോ അമ്മയെയോ ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം എന്നതാണ് ആ കൽപ്പന. എന്നാൽ അവരുടെ പാരമ്പര്യം പറയുന്നത്, ഒരുത്തൻ അപ്പനോടെങ്കിലും അമ്മയോടെങ്കിലും നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്ന് പറഞ്ഞാൽ അവൻ അപ്പനെ ബഹുമാനിക്കേണ്ട എന്ന് പറയുന്നു. അതായത് കോർബാൻ എന്നൊരു വാക്കുണ്ട്. കോർബാൻ എന്ന് പറഞ്ഞാൽ മതി. യേശു പരീശന്മാരുടെ ചോദ്യത്തിന് നേരിട്ട് ഉത്തരം പറഞ്ഞില്ല. ആ കൽപ്പനയുടെ അനുഷ്ഠാനം ദൈവം മുൻപാകെയുള്ള അനുസരണത്തിൽ നിന്നും വിഭിന്നമാണെന്ന് യേശു ചൂണ്ടിക്കാട്ടി. ദൈവകൽപ്പന മനുഷ്യൻ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണമെന്നതാണ്. യേശു തുടർന്ന് പറയുന്നത്, ഒരാൾ അത് വഴിപാട് എന്ന് പറഞ്ഞാൽ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുന്ന ചുമതലയിൽ നിന്നും ഒഴിവുള്ളവനാണെന്ന് പറയുന്നു. ഇതേ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗമാണ് കോർബാൻ. ഇതിൽ നിന്നാണ് ഈ കുർബാന എന്ന പദമൊക്കെ വരുന്നത്. ഈ പ്രത്യേക പദത്തിൻ്റെ അർത്ഥം 2 അർത്ഥമുണ്ട്. ഒന്ന്, കോർബാൻ എന്നാൽ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടത് എന്ന ഒരർത്ഥം. ഒരുവന് ദാരിദ്ര്യത്തിൽ കഴിയുന്ന അപ്പനും അമ്മയും ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഈ ദരിദ്രരായ മാതാപിതാക്കന്മാർ മകൻ്റെ അടുക്കൽ വന്ന് സഹായം ആവശ്യപ്പെട്ടു എന്നും കരുതുക. മാതാപിതാക്കൾക്ക് എന്തെങ്കിലും കൊടുക്കാതെ ഒഴിഞ്ഞു മാറാൻ ഈ മകൻ ഒരു മാർഗമുണ്ട്. തൻ്റെ പണവും വസ്തുവകകളും ദൈവത്തിനും ദേവാലയത്തിനും സമർപ്പിച്ചിരിക്കുന്നുവെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നതാണത്. അപ്പോൾ അവൻ്റെ സ്വത്ത് കോർബാനായി തീർന്നു, സമർപ്പണമായി. അതായത് ദൈവത്തിന് എന്ന് തീരുമാനിക്കുകയും സമർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണെന്ന് തുറന്നു പറയുക. തുടർന്ന് അവൻ അപ്പനമ്മമാരോട്, നിങ്ങൾക്ക് ഒന്നും തരാൻ കഴിയാതെ പോകുന്നതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്. കാരണം എൻ്റെ മുഴുവൻ സ്വത്തും ദൈവത്തിന് സമർപ്പിച്ചു എന്നതാണ്. ഈ മനുഷ്യൻ ഒരു മാമൂൽ സമ്പ്രദായം ഉപയോഗിച്ച് അപ്പനെയും അമ്മയെയും സഹായിക്കുന്ന അടിസ്ഥാന പ്രമാണത്തിൽ നിന്നും ഒഴിയുകയാണ്. 10 കൽപ്പനകളിൽ ഒന്നിനെ ശാസ്ത്രിമാരുടെ നിയമം പ്രയോഗിച്ച് ദുർബലമാക്കുന്നു എന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. തുടർന്ന് നമുക്ക് അടുത്ത ധ്യാനത്തിൽ തുടർന്നുള്ള ഭാഗങ്ങൾ നോക്കാം. അപ്പോൾ സമ്പ്രദായത്തിൻ്റെ തെറ്റായ വ്യാഖ്യാനത്തിലൂടെ ദൈവകൽപ്പനയെ തകിടം മറിക്കുന്ന ഒരു സമൂഹത്തോട് കർത്താവ് സംവദിക്കുന്നു. ഇന്നും ഒരു പക്ഷെങ്കിൽ നമ്മുടെയൊക്കെ ആധ്യാത്മിക ജീവിതത്തിലും ആചാരങ്ങളിലും ഇതൊരു നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. ദൈവിക പ്രമാണങ്ങൾ, ദൈവിക നിലപാടുകൾ അതിനേക്കാൾ അധികമായി നമ്മൾ കരുതുന്നത് നമ്മുടെ സമ്പ്രദായങ്ങളാണെങ്കിൽ
നമ്മൾ ദൈവദൂഷകരാണ്. അങ്ങനെയുള്ളവരോടാണ് കർത്താവ് പറയുന്നത്, വെള്ള തേച്ച ശവക്കല്ലറകൾ. നിങ്ങൾ കൊതുകിനെ അരിക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്നുവെന്ന് തുടർന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ കർത്താവ് വിമർശിക്കുന്നത് ഇങ്ങനെയുള്ളവരെ കുറിച്ചാണ്. ആ ഒരു വിമർശനം നമ്മുടെ നേരെ ഉയരാതിരിക്കട്ടെ. പ്രമാണങ്ങളെക്കാൾ ദൈവിക നിലപാടുകൾക്ക് കൂടുതൽ മാന്യത നൽകാൻ നമ്മുടെ ആയുസ്സിൽ സാധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ മാനിക്കും, ദൈവം നമ്മളെ ഉപയോഗിക്കും. പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ഞങ്ങളുടെ ആയുസ്സിൽ അവിടുന്ന് ദാനമായി നൽകിയതോർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവിക നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പരമ്പരാഗതമായ സമ്പ്രദായങ്ങളെക്കാൾ ഉപരി ദൈവികമായ നിലപാടുകൾ, ദൈവവചനത്തിൻ്റെ അന്തർധാര, അതിൻ്റെ ശക്തി അത് ഉൾക്കൊള്ളുവാനും പ്രമാണിപ്പാനും ഞങ്ങളെ ഇന്ന് ഇടയാക്കണം. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങളുടെ വാക്കുകളിലും പ്രവർത്തികളിലും ഞങ്ങളുടെ ആഗ്രഹങ്ങളിലുമൊക്കെ ദൈവിക നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു മിശിഹാ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മുടെ തീരുമാനങ്ങളോടും കൂടി ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.